ബക്കർ മേത്തലയുടെ മൗനങ്ങളുടെ മൊഴിയാട്ടം നാടകാവതരണത്തിന്റെ 40ാം വാർഷികവും ഓർമ്മകൾ പങ്കുവയ്ക്കലും നടന്നു. ബക്കർ മേത്തലയുടെ മൗനങ്ങളുടെ മൊഴിയാട്ടം നാടകാവതരണത്തിന്റെ 40ാം വർഷത്തിൽ വ്യത്യസ്ത കലാസമിതികൾ ഈ നാടകം അവതരിപ്പിച്ചപ്പോൾ അഭിനയിച്ചവരും അണിയറ പ്രവർത്തകരുമായ 150ഓളം പേർ സംവിധായകൻ കല്യാൺ കെ മേത്തലയുടെ വീട്ടുമുറ്റത്ത് കൂടിച്ചേർന്ന് ഓർമ്മകൾ പങ്കുവച്ചതും മരിച്ചുപോയ കലാകാരന്മാരെ അനുസ്മരിച്ചതും മറക്കാനാവാത്തതും ഹൃദ്യവുമായ ഒരു അനുഭവമായി മാറി. കലാസമിതി പ്രസ്ഥാനവും അമേച്വർ നാടക മേഖലയെയും സജീവമായിരുന്ന 90കളിലെ ഗൃഹാതുരമായ നാടകജീവിതം ഓർത്തെടുത്ത പലരും വികാരഭരിതരാവുകയും വിതുമ്പിപ്പോവുകയും ചെയ്തു. നാടകങ്ങൾ എങ്ങനെയാണ് ഒരു നാടിനെ ഉണർത്തുന്നതെന്നും സാംസ്കാരിക ഉന്നമനം സാധ്യമാവുന്നതെന്നുമുള്ള വിലയിരുത്തലുകളും ഉണ്ടായി. നഷ്ടപ്പെട്ടുപോയ നാടക സംസ്കാരത്തെ വീണ്ടെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പങ്കെടുത്തവരിൽ മിക്കവരും അഭിപ്രായപ്പെട്ടു. സമ്മേളനം നടനും സാംസ്കാരിക പ്രവർത്തകനുമായ നന്ദഗോപൻ വെള്ളത്താടി ഉദ്ഘാടനം ചെയ്തു. ഹീര ജോസഫ് അധ്യക്ഷത വഹിച്ചു. മൗനങ്ങളുടെ മൊഴിയാട്ടം നാടകത്തിന്റെ 2ാം പതിപ്പ് സുധീഷ് അമ്മവീട് കല്യാൺ കെ മേത്തലയ്ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. നന്ദഗോപൻ വെള്ളത്താടി ചേട്ടൻ പറഞ്ഞ പോലെ നാടകം എന്ന് പറയുന്നത് നാടിൻ്റെ അകം എന്നാണ് പറയുക. അത് രൂപപ്പെടുന്നത് മുതൽ അതിൻ്റെ അവതരണം വരെയുള്ള കാലം എന്ന് പറയുന്നത് ആ നാടിൻ്റെ അകത്ത് ഓരോ ഹൃദയവും ആ നാടകത്തെ എങ്ങനെയാണ് ചേർത്ത് വെച്ചതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ആ നാടിന് പറയാനുള്ളത് എന്താണെന്നും ആ നാടിനോട് പറയാനുള്ളത് എന്താണെന്നും ആ നാടകത്തിലൂടെ ബോധ്യപ്പെടും, വെളിപ്പെടും എന്നതാണ് നാടകത്തിൻ്റെ ഒരു പ്രത്യേകത. ബെർത്തോൾഡ് ബ്രെത്ത് എന്ന് പറഞ്ഞൊരു നാടകക്കാരനുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. പ്രൊവോക്കിംഗ് തിയേറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ആളുകൾ കൂടുന്നിടത്തൊക്കെ നാടകം ഉണ്ടാകണമെന്നും ആളുകൾ കൂടുന്നിടത്ത് ഒരു നാടകം പൊട്ടിപ്പുറപ്പെട്ട് വരികയും ആ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയോട് കലഹിക്കുന്ന തരത്തിൽ ജനങ്ങളെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുക എന്നൊരു ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് നാടകം എല്ലാ കാലത്തും. നമ്മുടെ രാഷ്ട്രീയ ഭൂമിക, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക എടുത്ത് പരിശോധിക്കുമ്പോഴും നാടകം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തെ നിർണയിച്ചത് എങ്ങനെയാണെന്നും കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ നാടകം എങ്ങനെയാണ് ഇടപെട്ടത് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇന്ത്യയിൽ അത്തരത്തിൽ തങ്കരാജ് ആനാപ്പുഴ, പൗർണമി വിനോദ്, ബെന്നി ബോണിഫസ്, ഗോപിനാഥ് മനയത്ത്, TS സജീവൻ, ബിജു കാരോളി എന്നിവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി, NT പ്രസന്നകുമാർ, ഹരീഷ് ബാബു, വിജയൻ അഞ്ചലശ്ശേരി, PB കൃപൻ, ഹാർമോണിസ്റ്റ് ഹരിദാസ്, TK ഹൈദ്രോസ്, ജെയിംസ് മേത്തല എന്നിവരെ അനുസ്മരിച്ച് ബക്കർ മേത്തല പ്രസംഗിച്ചു. സിറാജ് താനത്തുപറമ്പിൽ സ്വാഗതവും TP വിനോദൻ നന്ദിയും പറഞ്ഞു. വിജയൻ നടുമുറി, ഹരി പൂവത്തുംകടവിൽ, മാഹിൻ എന്നിവർ വിളക്ക് കൊളുത്തിയോടെ ആരംഭിച്ച പരിപാടികൾക്ക് MS സാബു, മധു പറമ്പിക്കുളങ്ങര, OA ജോസി എന്നിവർ നേതൃത്വം നൽകി. നാടകത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. മെയ് 24 കല്യാണദായിനി സഭ ഹാളിൽ മൂഴിയാട്ടം നാടകം അവതരിപ്പിക്കുന്നതാണ്.